ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ കുറച്ച് കാലത്തെ ബ്രേക്കിന് ശേഷമാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇന്നോട് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിലാണ്. പല ആളുകളും എന്നോട് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് KS നമ്മൾ IASന്റെ ഫ്രീ ക്ലാസ് UPSC ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ KS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതിൻ്റെ ക്ലാസ് പഠിക്കാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്കായിട്ടും ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം പല ആളുകളും എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനുള്ള ഒരു മറുപടി എന്നോണവും അതുപോലെ തന്നെ KS എന്ന സർവീസ് സ്വപ്നം വെച്ച് പഠിക്കാൻ സാധിക്കാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് സാമ്പത്തികമായുള്ള കാരണങ്ങൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാമായിട്ട് നമ്മുടെ ഒരു ഫ്രീ KS ക്ലാസ്സുകളാണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ UPSC ക്ലാസ്സുകൾ ഏകദേശം 60% ക്ലാസ്സുകൾ UPSC ഫ്രീ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബ് ചാനൽ വഴി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട് സഹിതം ഞാൻ അവിടെ ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, KS ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈൻ ലൈവ് ആയിട്ടായിരുന്നു ക്ലാസ് ഇട്ടിരുന്നതെങ്കിൽ ഇത് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഓരോരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഡെയിലി ഓരോ ക്ലാസ്സുകൾ ഇട്ട് തരാൻ വേണ്ടിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം KS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓൾറെഡി ഇപ്പം അതിന്റെ ലിസ്റ്റ് വന്നു, ഫൈനൽ ലിസ്റ്റ് വന്നു. അപ്പോൾ അതിൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, KS കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ള ആളുകൾക്കും ആ ഒരു KSഉം IAS ഒക്കെ സ്വപ്നം വെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവർക്കും അവരുടെ സർവീസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് PSC എക്സാം ഒന്നും ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. അഥവാ അത് പ്രിലിംസ് ലെവലും അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് മെയിൻസ് ലെവലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊക്കെ ആൻസേഴ്സ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അഥവാ പക്കാ PSCന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നടക്കുന്ന ടെസ്റ്റാണ്. ചോദ്യങ്ങളും നമുക്ക് പഠിക്കാനുള്ള ഏരിയകളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് KS, എന്താണ്, എങ്ങനെയാണ് അതിന്റെ അപ്രോച്ച് പഠിക്കാൻ എടുക്കേണ്ടത്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നാമത്തെ വീഡിയോ മുതൽ എന്ത് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സിലബസ് സഹിതം അത് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രോഗ്രാം എന്താണ് പറയാനുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ട് ആഴ്ചയിൽ 5-6 വീഡിയോസ് ഇടുന്ന രീതിയിൽ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വിത്തിൻ 2 days കൊണ്ട് തന്നെ അതിന്റെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. 2 days കൊണ്ട് തന്നെ അതിന്റെ അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആയിട്ട് തീരുന്നത് വരെയുള്ള ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അത് KS എന്ന് കൊടുത്തുകൊണ്ട് ഓരോ സബ്ജക്ട് സഹിതമായിരിക്കും ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഫസ്റ്റ് സബ്ജക്ട് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലാസ് കേൾക്കുക. പ്ലസ് അതിന്റെ കൂടെ നമുക്ക് ചെയ്യുന്നത് ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് നമ്മൾ പഠിക്കുന്നത് എത്രത്തോളം അത് കറക്റ്റ് ആണ്, അത് എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചുകൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ടെസ്റ്റ് നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ബേസിലായിരിക്കും. ഓക്കെ, ഞാൻ അതിന്റെ ഡിസ്കഷനൊക്കെ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ കൂടിയും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ടെലിഗ്രാം ചാനലിന്റെ ബേസിലാണ്. ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ ധാരാളം UPSCയുമായിട്ടും PSCയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം PDF-കളും വീഡിയോസൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതോടെ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നു, അതിനെ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, ടെലിഗ്രാം ചാനൽ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നു. ഓക്കെ, അതാണ് നടക്കുന്നത്. പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററിംഗ് പ്രോഗ്രാമത്തിനെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം, നമ്മളിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും പല സമയത്ത് നമ്മൾ കറക്റ്റ് പഠിക്കുന്ന ട്രാക്കിലാണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്തുണ്ടാവും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെന്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് KS വിദ്യാർത്ഥികൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്ലസ് UPSC പഠിക്കുന്ന വിദ്യാർത്ഥികൾ, IAS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, IAS, IPS, IFS തുടങ്ങിയ സിവിൽ സർവീസിലേക്ക് സ്വപ്നം വെക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരു മെന്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി പറ്റാത്ത ആളുകൾ, ഒരു നിലക്കും അത്തരത്തിലൊരു ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസിന്റെ ബേസിൽ മാത്രം പഠിക്കാവുന്നതാണ്. പക്ഷേ എങ്കിലും നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും കറക്റ്റ് പഠിക്കുന്നത് ട്രാക്കിലൂടെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ക്ലാസ് കേൾക്കുക,
പ്ലസ് നമ്മുടെ ടെസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ചെയ്യുക, പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെന്ററിംഗ് ജോയിൻ ചെയ്യാം. മെന്ററിംഗ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഇവിടെയുള്ള ക്ലാസ്സുകളുടെ പുറമെ അവിടെ വീക്കിലി നിങ്ങൾക്ക് ചില സ്ട്രാറ്റജി ക്ലാസ്സുകളും ചില ഗൈഡൻസ് ക്ലാസ്സുകളും ചില ജിസ്റ്റ് ആയിട്ട് പറഞ്ഞ സബ്ജക്റ്റുകൾക്ക് റിവിഷൻ ക്ലാസ്സുകളും അതിന്റെ ഭാഗമായിട്ട് നടക്കും. പ്ലസ് ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അത് പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസിനെയും ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതും ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇവിടെയുള്ള നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ UPSC ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരം ആളുകൾക്കായിട്ട് ഓൾറെഡി ധാരാളം വീഡിയോസ് അതായത് സബ്ജക്ട് വീഡിയോസ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 60% വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി വീഡിയോ അപ്ലോഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്, അത് കേൾക്കാം. ഇനി അതല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് ഡയറക്റ്റ് ക്ലാസ്സുകൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC സിവിൽ സർവീസ് ക്ലാസ്സുകൾ PCM പ്രിലിംസ് കം മെയിൻസ് ക്ലാസ്സുകൾ സൂം വഴിയാണ് ഇപ്പോൾ ക്ലാസ് നടക്കുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ KS IAS തുടങ്ങിയ ലക്ഷ്യം വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ അത്തരം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ക്ലാസ്സിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. KS എന്താണ്, KSനെ കുറിച്ചുള്ള എങ്ങനെയാണ് സിലബസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന വീഡിയോയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പൊ റെഗുലർ ആയിട്ട് ക്ലാസ് മിസ്സാവാതെ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതത് സമയത്ത് നമ്മുടെ വാട്സപ്പ് വഴിയും കമന്റ് ബോക്സിലൂടെയും രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.